അപ്പോൾ നമുക്ക് വളരെ ഈസിയായി തന്നെ ബീഫ് കട്ട്ലറ്റ് തയ്യാറാക്കാൻ തുടങ്ങാം. അതിന് ഞാനിവിടെ 250 ഗ്രാം ബീഫാണ് എടുത്തിട്ടുള്ളത്. അത് ഓരോ ടീസ്പൂൺ വീതം മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ് ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളതാണിത്. അതിലുള്ള വെള്ളം എല്ലാം നന്നായിട്ട് വറ്റിച്ച് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇത്. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതിട്ടതിന് ശേഷം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇനി ഈ കട്ട്ലറ്റിലേക്ക് ഞാനിവിടെ 3 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് ഉടച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിവിടെ 3 സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. 3 മീഡിയം സൈസ് സവാളയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ ഒരു പച്ചമുളക്, 2-3 കഷ്ണം വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില, അതെല്ലാം ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാനിവിടെ ബീഫ് ഇവിടെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാല തയ്യാറാക്കാൻ തുടങ്ങാം. അതിന് ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഓയിൽ ഏതാണെങ്കിലും അതൊഴിക്കാം. വെളിച്ചെണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഓയിലൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വരുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇവിടെ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടി ചേർത്ത് കൊടുക്കാം. മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വരുന്നവരെ നമുക്കിതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല പൊടി, കുരുമുളക് പൊടി ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ പൊടികളുടെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ ക്രഷ് ചെയ്ത ബീഫും ചേർത്ത് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലാണ് ഞാനിതിവിടെ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് നമുക്കെല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിത് കയ്യിൽ വെച്ച് ഷേപ്പ് ചെയ്യുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞു പോകാത്ത രീതിയിൽ ഷേപ്പായി കിട്ടുന്ന രീതിയിൽ ഈ മസാല നമുക്ക് റെഡിയായി കിട്ടണം. ഇപ്പോൾ മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം. റൂം ടെമ്പറേച്ചറിൽ വെച്ച് തന്നെയാണ് തണുപ്പിച്ചെടുക്കുന്നത്. ഇനി കട്ട്ലറ്റിൻ്റെ കോട്ടിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പുകൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ 1 കപ്പ് ബ്രെഡ് ക്രംസ് കൂടി എടുത്തിട്ടുണ്ട്. അതൊരു പരന്ന പാത്രത്തിൽ ഇതുപോലെ എടുത്ത് വയ്ക്കാം. ഇനി നമുക്ക് കട്ട്ലറ്റ് ഷേപ്പ് ചെയ്തെടുക്കാം. ഇതിവിടെ കട്ട്ലറ്റിൻ്റെ മിക്സ് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിൽ വെച്ച് തന്നെ ഷേപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിന് ഇത് റെഡിയാക്കി എടുക്കാം. ആദ്യം നമുക്ക് ഈ മിക്സ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഞാനിവിടെ ഇതുപോലെ റൗണ്ട് ഷേപ്പിലാണ് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഓവൽ ഷേപ്പിലോ അല്ലെങ്കിൽ കുക്കി കട്ടർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും ഷേപ്പ് ചെയ്തെടുക്കാം. ഇപ്പോൾ കട്ട്ലറ്റ് എല്ലാം ഇവിടെ ഞാനിതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയിലേക്കൊന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ബ്രെഡ് ക്രംസിൽ ഒന്ന് പൊതിഞ്ഞ് എടുക്കാം. കട്ട്ലറ്റ് നമ്മൾ ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ 2 കൈകളും ഉപയോഗിച്ച് ചെയ്തു കഴിഞ്ഞാൽ വളരെ വേഗം തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ മുട്ടയിലേക്ക് വെക്കുന്ന കൈ തന്നെ ബ്രെഡ് ക്രംസിലേക്ക് ഇടാതിരുന്നാൽ ബ്രെഡ് ക്രംസ് കട്ട പിടിക്കാതെ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും.
അപ്പോൾ നിങ്ങളുടെ ഏതത്തിന് എങ്ങനെയാണോ അതുപോലെ ചെയ്തെടുക്കാം. ഇവിടെ കട്ട്ലറ്റ് എല്ലാം ഫ്രൈ ചെയ്യാൻ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിലും യൂസ് ചെയ്യാം. മീഡിയം ഫ്ലെയിമിലാണ് ഇത് പൊരിച്ചെടുക്കേണ്ടത്. ലോ ഫ്ലെയിമിലാണെങ്കിൽ ഒരുപാട് എണ്ണ കുടിക്കും. ഹൈ ഫ്ലെയിമിലായാൽ പുറം വേഗം കരിഞ്ഞിട്ട് ഉള്ളു വേകാതിരിക്കും. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രം കട്ട്ലറ്റ് ഇതിലേക്കിട്ട് പൊരിച്ചെടുക്കാം. ഡീപ്പ് ഫ്രൈ ആയതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ ഓയിൽ ഒഴിക്കണം. ചെറിയ പാത്രം എടുക്കുകയാണെങ്കിൽ അത്രയും കുറച്ച് ഓയിൽ എടുത്താൽ മതിയാകും. ഇത് കുറച്ച് വലിയ പാത്രം കൊണ്ടാണ് ഞാൻ ഇത്രയും ഓയിൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇത് പൊരിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ തന്നെ പൊരിച്ചെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ എണ്ണ ഒരുപാട് കുടിക്കാൻ ചാൻസ് ഉണ്ട്. നന്നായിട്ട് ഓയിൽ ചൂടായതിന് ശേഷം മാത്രമേ ഇതിലേക്ക് കട്ട്ലറ്റ് ഇട്ട് കൊടുക്കാവൂ, അല്ലെങ്കിൽ ഒരുപാട് ഓയിൽ കുടിക്കും. കട്ട്ലറ്റ് ഇട്ടതിന് ശേഷം ഓരോ സൈഡും ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ആ സൈഡും ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് അതൊരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. കട്ട്ലറ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റാം. ഇതുപോലെ തന്നെ അടുത്ത ബാച്ചും ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്